ഈ പാടത്തിനൊരു പ്രത്യേകതയുണ്ട്. 6 മാസം കൊണ്ട് 3 കൃഷി ചെയ്ത് വിജയവും പരാജയവും ഒരുമിച്ച് അനുഭവിച്ച ഒരു വെറൈറ്റി പാടാണ്. ഏപ്രിൽ 29-നാണ് ഈ വീഡിയോ എടുക്കുന്നത്. വെണ്ട ചെത്തി തുടങ്ങിയിട്ടത് ഒരാഴ്ച പിന്നിട്ടതേ ഉള്ളൂ. ഓരോ വെണ്ടയിൽ നിന്നും 2-3 വെണ്ട മാത്രമാണ് ചെത്തി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ വെള്ളം കയറുന്ന പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലെ വെണ്ട കൃഷിയിലേക്ക് വന്നത്. വേറെ ഏത് കൃഷിയാണേലും വെള്ളത്തിൽ പിടിച്ചു നിൽക്കില്ല. വെണ്ട നമുക്ക് വെള്ളത്തിൽ നടന്നു വരെ നമുക്ക് ചെത്താം, പക്ഷേ ചെത്തി തുടങ്ങിയ വെണ്ടയായിരിക്കണമെന്ന് മാത്രം. എല്ലാ സമയത്തും എല്ലാവിധ പച്ചക്കറികളും എന്ന കൺസെപ്റ്റാണ് നമ്മൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയത്ത് വെള്ളം നിൽക്കുകയാണ്. ഇപ്പോൾ മിക്ക പാടവും വറ്റി വരണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈർപ്പമുള്ള സ്ഥലത്ത് കൃഷി ചെയ്താൽ മാത്രമേ ഈ സമയത്ത് കൃഷി വിജയിക്കുള്ളൂ. അതേ മണ്ണിൻ്റെ കളർ നോക്കിയാൽ നേരെ മറിച്ചതേ ഇവിടെ വരുമ്പോഴേ പൊക്കൽ സ്ഥലമാണ്. മണ്ണ് നോക്കിയാൽ മണ്ണ് പഴുത്ത് കിടക്കണം. എന്നത് നട്ടാലും മുളച്ചു വരാത്ത സാഹചര്യമാണ്. അപ്പോൾ അത്രയും ഈർപ്പമുള്ള സ്ഥലത്ത് കൃഷി വിജയിക്കുന്നതുകൊണ്ടാണ് ഇത് റിസ്ക് എടുത്തും ഇങ്ങനെ വെണ്ട കൃഷി ഇരിക്കുന്നത്. ഉപ്പ് കയറുന്ന സ്ഥലമാണ്. തണ്ണീർമുക്കം ബണ്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പാടത്തെ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നത്. ആമത്തിൽ ഇടക്ക് തോടിലൊക്കെ ബണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്തൊക്കെ ഇവിടെ കൃഷി അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ട് സാധിക്കുന്നത്. രണ്ടാം കൃഷിയുടെ വെണ്ടയാണ് ഇതേ ഇത്ര ലെങ്തുള്ള വെണ്ടയാണ് വെട്ടി ഇട്ടിരിക്കുന്നത്. ഇതിവിടെ കിടന്ന് തന്നെ പൊടിഞ്ഞു പോകും. കൃഷി ചെയ്യുമ്പോഴൊക്കെ ഇടവിളയായിട്ട് ചീരയും നട്ടുണ്ടായിരുന്നു. അതും നമുക്കൊരു ലാഭം നേടിത്തരുന്നതാണ് വെണ്ടയും ചീരയും. കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെണ്ടമേളുണ്ട്. താലപ്പിനെ പറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡിസംബർ പകുതിയോടുകൂടിയാണ് ഈ പാടത്ത് കൃഷി ചെയ്യാൻ വന്നത്. കൃഷി ഇത് കംപ്ലീറ്റ് മുളകും വെണ്ടയാണ് നട്ടത്. നട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എല്ലാം പിടിച്ച് മനോഹരമായിട്ട് നിന്ന സമയത്ത് വലിയൊരു മഴ പ്രതീക്ഷിക്കാതെ പെയ്ത് കംപ്ലീറ്റ് മുങ്ങി. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വെള്ളം പറ്റി തുടങ്ങും മുമ്പ് തന്നെ അടുത്ത ക്രോപ്പ് നമ്മൾ നട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ കൃഷി ചെയ്യാതെ ഈ പാടത്ത് നിന്ന് വിട്ടു പോരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 30,000 രൂപ മുതൽ 50,000 രൂപ ഇടയിൽ നമുക്ക് നഷ്ടം വന്നേനെ. പക്ഷേ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് 2ാം കൃഷി ചെയ്ത് 2ാം കൃഷി ഗംഭീര വിളവാണ് കിട്ടിയത്. കാരണം കാര്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാതെ ലേബർ മാത്രം നമുക്ക് അഡീഷണൽ മുടക്കേണ്ടി വന്നത്. അപ്പോൾ ആ സമയത്ത് വെണ്ടയ്ക്കും വില കയറി വന്നു. സാധനത്തിൻ്റെ വിലകൾ എപ്പോഴും അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് നല്ല വില കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ആ നഷ്ടം തുടക്കത്തിലുണ്ടായ നഷ്ടം കംപ്ലീറ്റ് കവർ ചെയ്ത് അടിപൊളിയായിട്ട് ആക്കാനായിട്ട് പറ്റി. 150-ഉം 200 കിലോയ്ക്ക് മേലെ വെണ്ട വരെ നമുക്ക് ഒറ്റ ദിവസം നമുക്ക് ചെത്തി മാറ്റാനായിട്ട് പറ്റി. അത് നേരെ വിളവ് കുറഞ്ഞ് 25-30 കിലോ ആയ സമയത്ത് തന്നെ നമ്മൾ അതായത് 3-3.5 മാസമായപ്പോൾ തന്നെ വിളവ് അല്പം കുറഞ്ഞു തുടങ്ങി. പക്ഷെ നമുക്ക് ലേബറൊക്കെ ആയിട്ട് മുതലാതെ വന്നപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഫുള്ള് ട്രാക്ടർ അടിച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു കൃഷിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതായത് 2ാം കൃഷി എന്നുള്ള ലാഭം കംപ്ലീറ്റ് ഉപയോഗിച്ചാണ് 3ാം കൃഷി ചേർക്കുന്നത്. അതേ ഷീറ്റും പൈപ്പൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 3ാം കൃഷിക്ക് കരള ചിലവും വന്നില്ല. ഈ കൃഷി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര രൂപ കിട്ടുമോ അതായിരിക്കും നമ്മുടെ ഈ 2 പാടത്തെ ലാഭമായിട്ട് കണക്കൂട്ടുന്നത്. അപ്പോൾ കൃഷി ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ റിസ്ക് എടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ കിട്ടും, ചിലപ്പം കിട്ടിയില്ല. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഈ പാടത്തിന് നഷ്ടം വരികയില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം ചിലവ് കംപ്ലീറ്റ് ഈ 3 കൃഷിയുടെ ചിലവ് കംപ്ലീറ്റ് ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കിട്ടുന്നതാണ് ലാഭം അല്ലേ. ഇപ്പോൾ മറ്റുള്ള ബിസിനസ് പോലെ വലിയൊരു ലാഭം നേടിത്തരുന്ന മേഖലയിലെ കൃഷി. പക്ഷേ നമുക്ക് ഇത്തരത്തിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുമ്പോഴാണ് കൃഷി ലാഭകരമാവുന്നത്. അപ്പോൾ റിസ്ക് എടുക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമല്ലേ.